രാജവമ്പാല പോലും നേർക്ക് നേരെ നിന്നേ കൊത്തുള്ളൂ. പിന്നീന്ന് കൊത്തുന്നതാ നടേശന്റെ രീതി. എങ്ങനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുമെന്ന? നോ പറയേണ്ട സമയത്ത് അച്ഛൻ നോ പറയാതിരുന്നതാ കുഴപ്പമായത്. ഇനിയെങ്കിലും അച്ഛന്റെ ഓവർ മാന്യത മാറ്റിവെച്ച് കാര്യം പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. പ്രേമ ഇപ്പൊ എവിടെ പോന്നു? ഞാൻ പുറത്തു പോന്നു. എവിടേക്ക്? സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിലേക്കോ? പോലീസ് സ്റ്റേഷനിലേക്കോ? അല്ല, റെയിൽവേ സ്റ്റേഷനിലേക്ക്. നീ എന്താ തീവണ്ടി കാണാൻ പോവാ? അല്ല, തീവണ്ടിക്ക് തല വെക്കാൻ. നിങ്ങൾ എന്താ മനുഷ്യ മണിച്ചിത്ര താളെ നകുലിനെ പോലെ സംസാരിക്കുന്നതാ? നീ എവിടെയാ പോകുന്നതെന്ന് സത്യസന്ധമായി പറ പ്രേമേ. അത് പിന്നെ അച്ഛാ, ഞാൻ പറയാച്ച, എന്റെ അച്ഛനെ ആളെ വിട്ട് തല്ലിച്ച ആ മനോഹരനെ ഒന്ന് കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. പ്രേമ ഒരിടത്തേക്കും പോകുന്നില്ല. ഞാൻ പോവും. നീ പോവോടി. എടി പോകുന്നു. അയ്യോ അച്ഛ തല്ലല്ലേ, ഞാൻ പോകുന്നില്ല. അത്രയേ ഉള്ളൂ. വല്ലവരുടെയും സങ്കടം കണ്ട് സന്തോഷിക്കാൻ ചെകുത്താന്റെ മനസ്സുള്ളവർക്കേ കഴിയൂ. എന്റെ അച്ഛനെ ആക്രമിച്ചവരോട് എനിക്ക് അലിവൊന്നുമില്ല. ചന്ദ്രനിലേക്ക് പോണമെങ്കിൽ പോകാം, പക്ഷെ പ്രേമ വരില്ല. ഇനി പ്രേമ പോയാൽ പിന്നെ ഈ വീട്ടിന്റെ ഗേറ്റ് കടന്ന് പ്രേമ അകത്തേക്ക് വരില്ല. മോളെ, അറിവും പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ മനുഷ്യനെ നല്ലവരാക്കി മാറ്റാൻ വേണ്ടി കൂടിയാ. നീയായിട്ട് തലയിൽ വെച്ച മുൾക്കിരീടമാണത്. നീയായിട്ട് തന്നെ ഒഴിവാക്കിയാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പ്രേമേ, ആ പെണ്ണ് ആദ്യം തിരിയുന്നത് നിനക്ക് നേരെയായിരിക്കും. ഓർത്തോ?